നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മകയിരം നക്ഷത്രം തങ്ങൾ അഹോരാത്രം നടത്തുന്ന കർമ്മപ്രവൃത്തികളിൽ കൂടിയുള്ള പുരോഗതിയും സമാധാനവും ലഭിക്കുന്നതായി കാണുന്നു. ഔദ്യോഗികമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും പുരോഗതിയും സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും കൈവരുന്നതായി അനുഭവപ്പെടുന്നു. സജ്ജന സമ്പർക്കത്തിലൂടെ സൽ ചിന്തകളും എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുമുള്ള കരുത്തും അനുഭവങ്ങളും വരുന്നതായി കാണുന്നു. തങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നവർക്കും അഭയവും സഹായവും ചെയ്തു കൊടുക്കുവാനുള്ള മനസ്സും സാഹചര്യങ്ങളും ത്രാണിയും കൈവരുന്നതായി കാണാം. കൈവിട്ടുപോയി എന്ന് കരുതിയ വസ്തുവകകളെ, ആഭരണങ്ങളെ തിരിച്ചു വാങ്ങുവാനുള്ള സാമ്പത്തിക പുരോഗതി കൈവരുന്നു. എല്ലാ കാര്യങ്ങളിലും പ്രായോഗിക വശം മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കരസ്ഥമാക്കാനുമുള്ള കഴിവ് കാണിക്കുന്നു. തനിക്ക് അറിവുള്ളതിനേക്കാൾ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചെയ്തു പൂർത്തിയാക്കി വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നു. ജോലി, വ്യാപാര, വ്യവസായ, വിപണന മേഖലകളിൽ ക്രമാനുഗതമായ സാമ്പത്തിക പുരോഗതിയും വളർച്ചയും, കൂടാതെ കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷവും കൈവരുന്ന വർഷമാണിത്. വിദ്യാർത്ഥികളാണെങ്കിൽ വിദേശത്തു പോയി ആഗ്രഹിച്ച വിഷയം പഠിച്ചെടുക്കുവാനും അതിലൂടെ അവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനുമുള്ള ഭാഗ്യം കൈവരുന്നതായി കാണാം. പുതിയ ഭൂമി വാങ്ങുന്ന യോഗവും പുതിയ ഗൃഹത്തിലേക്ക് താമസമാറ്റം നടക്കുന്നതായുമായിട്ടാണ് തെളിയുന്നത്. നിലവിലുള്ള പ്രണയത്തിലൂടെ തന്നെ വിവാഹത്തിനുള്ള സാധ്യത കൈവരുന്നതായി കാണുന്നു. പ്രേമബന്ധം, പ്രണയബന്ധം ഒക്കെ തുടങ്ങാൻ പറ്റുന്ന സമയമാണെന്നാണ് അർത്ഥം. തങ്ങളുടെ സഹപാഠികളെ കണ്ട് സൗഹൃദങ്ങൾ പുതുക്കുന്നതിലൂടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥങ്ങൾ കൈവരുന്നു. പിതൃഭാവങ്ങളിലും സഹോദര സ്ഥാനങ്ങളിൽ നിന്നുമുള്ള അനുകൂല ഭാവവും സ്നേഹവും താങ്കളുടെ കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത കൈവരുത്തുന്നു. ഇനി പാചകത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കോ സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണിത്. സിനിമാ വ്യവസായ മേഖലയിലൂടെ കൈവരുന്ന കർമ്മങ്ങളും മെച്ചപ്പെടുന്നതായി കാണുന്നു.
വസ്തു വ്യാപാര രംഗത്ത് നേട്ടങ്ങളുണ്ടാകുന്നു. രാജ്യങ്ങളിൽ ജോലിയോ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടോ സഞ്ചരിക്കുവാനുള്ള അസുലഭസുന്ദരമായ ഭാഗ്യം കൈവരുന്നു. ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാകട്ടെ നാട്ടിൽ വീട് നിർമ്മിക്കാൻ അനുകൂലമായ സമയമാണ്. അത് പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ്. കർമ്മരംഗം പൊതുവായി മെച്ചപ്പെടുന്നു. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും. വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം നല്ല രീതിയിലാവും. ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളും മറ്റും പരിഹരിക്കപ്പെടുന്നു. തന്നെയുമല്ല, സന്താനലബ്ധി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സമയം വളരെ അനുകൂലമാണ്. സൽക്കർമ്മങ്ങൾക്കായി ധനം ചെലവഴിക്കും. വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം അവസാനം വരെ മോശമാണെങ്കിലും പിന്നീട് പഠനകാര്യത്തിൽ ഉത്സാഹവും ഉന്മേഷവും കാണിച്ച് അഭിവൃദ്ധിയിലേക്ക് ഉള്ള യാത്രയിൽ പങ്കാളിയാകും. സാമ്പത്തിക സ്ഥിതി ഏപ്രിൽ കഴിഞ്ഞുള്ള മാസങ്ങളിൽ പൂർവാധികം മെച്ചപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അടുത്ത കുടുംബാംഗങ്ങളുടെ സ്വഭാവദൂഷ്യവും പെരുമാറ്റവും തങ്ങൾക്ക് ദുഷ്കീർത്തിക്ക് കാരണമാവുകയും തന്മൂലം കുടുംബത്തിൽ വിഷമാവസ്ഥ സംജാതമാകുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നതിനാൽ അതിലെല്ലാം ശ്രദ്ധ വേണം. വീണ്ടും വിചാരമില്ലാതെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം കൂടെ ഉള്ളവരുമായുള്ള തർക്കത്തിനും കലഹത്തിനും ഇടയാക്കുന്നു. ആഗ്രഹ വിവാഹത്തിന് മനക്ലേശം ആദ്യമെല്ലാം ഉണ്ടാകാമെങ്കിലും തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നു. മറ്റുള്ളവരെ വിശ്വസിച്ച് പണ ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണ്ടതാണ്. കർമ്മരംഗത്തെ അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ വരാം. കുറേ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കൈവശം വന്നു ചേർന്ന വസ്തു, പണം, സ്വർണം, വിലപ്പെട്ട രേഖകൾ എന്നിവ നഷ്ടപ്പെടാതിരിക്കാനുള്ള കരുതൽ വേണം. നിലവിലുള്ള ശാരീരിക അസ്വസ്ഥതകൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ്. കണ്ടകശനി ദോഷങ്ങൾ പോലും ഉള്ളവർക്ക് ഈ വിഷുഫലം നല്ല അനുഭവങ്ങളാണ് നേടിത്തരുന്നത്. സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും തൊഴിൽ രംഗത്ത് നേട്ടവും ഉണ്ടാകുന്നു. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നിശ്ചയം. ബിസിനസ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. ബിസിനസ്, തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകുന്നു. അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നു. ഇനി ധന്വന്തരി ക്ഷേത്രത്തിലോ മറ്റ് ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും കുടുംബ ക്ഷേത്രത്തിൽ മാതാവിനോട് തുല്യരായ ആളുകളോടോ ഒന്നിച്ച് ദർശനം നടത്തുന്നത് ഗുണം ചെയ്യുന്നു. കൂടാതെ മഹാവിഷ്ണു ഉപാസന നടത്തുന്നത് നല്ലതാണ്. അവരവരുടെ മതാചാരപ്രകാരം വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥന നടത്തുന്നത്, പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ജീവിതത്തിലുള്ള താൽക്കാലിക വിഷമങ്ങൾ മാറ്റുവാനും ഈശ്വരാനുകൂലം ലഭിക്കുവാനും ഉള്ള അർഹത നിങ്ങൾക്ക് നേടിത്തരുന്നതായി കാണുന്നു. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.